ഒരാളുടെ ഉള്ളു നന്നായാൽ, ഖൽബിൽ ഹൃദയത്തിനകത്ത് ഇസ്ലാം സ്ഥാനം പിടിച്ചാൽ, ഈമാൻ സ്ഥാനം പിടിച്ചാൽ, അള്ളാഹും അവന്റെ റസൂലും പരിശുദ്ധ ദീനിൽ ഇസ്ലാം സ്ഥാനം പിടിച്ചാൽ അതിന്റെ അടയാളങ്ങൾ പ്രകടമാകും. അത് അനിവാര്യമാകും. വാക്കിലുണ്ടാകും, പ്രവർത്തനത്തിലുണ്ടാകും, നിലപാടിലുണ്ടാകും, സമീപനത്തിലുണ്ടാകും, പെരുമാറ്റത്തിലുണ്ടാകും, സ്വഭാവത്തിലുണ്ടാകും, വേഷത്തിലുണ്ടാവും, കോലത്തിലുണ്ടാവും, നടത്തത്തിലും ഇരുത്തത്തിലും ചേലിലും ഒക്കെ ഉണ്ടാവും. സംശയമുണ്ടോ? ഉണ്ടാകും. അതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല അവസ്ഥ. ഹൃദയത്തിൽ ഈമാൻ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളങ്ങൾ പുറമേക്ക് അനിവാര്യമായും പ്രകടമാകണം. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം ഒരേ സമയം ഹൃദയത്തിലുള്ള വിശ്വാസവും വാക്കിൽ പ്രകടമാകുന്ന പറച്ചിലും അതുപോലെ തന്നെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന പ്രവർത്തനവുമാണ്. ഹൃദയത്തിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനവുമാണ് ഈമാൻ. കേവല വിശ്വാസം മാത്രമല്ല, വാക്കിൽ ഒതുക്കുന്ന അവകാശവാദങ്ങൾ മാത്രമല്ല, പുറമേക്ക് ബാഹ്യമായി ഉള്ളു തട്ടാതെ ആത്മാവില്ലാത്ത എന്തെങ്കിലും യാന്ത്രികമായ പ്രവർത്തനങ്ങളുമല്ല ഈമാൻ. വിശ്വാസവും വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് സമ്മേളിക്കുന്നതാണ് ഈമാൻ. യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. അത് അല്ലാഹുവിനെ അനുസരിക്കുക വഴി കൂടും, വർദ്ധിക്കും. അല്ലാഹുവിനെ ധിക്കരിക്കുക വഴി അത് കുറയുകയും ചെയ്യും.